അതെ, നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിച്ചാലോ? ചായയൊക്കെ ഇടുക ഇടൂലേ? ശരി, ചായ ഞാൻ ഇതെന്താ ഹോട്ടലോ? ഞാൻ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും. ഒന്നെങ്കിൽ ചായ, അല്ലെങ്കിൽ കാപ്പി, അല്ലെങ്കിൽ കട്ടൻ. ഏത് വേണം? വേം പറഞ്ഞു. അപ്പൊ ഏതാ തീരുമാനമായില്ലേ? എനിക്ക് കാപ്പി, ചായ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, തീരുമാനിക്കാം. അതിനൊക്കെ പരിപാടി ഉണ്ട്. എല്ലാവർക്കും ഓരോരോ പേപ്പർ വരും. എന്നിട്ട് ചായ ആണോ കാപ്പിയാണോ കട്ടൻ ചായ ആണോ നമുക്ക് തീരുമാനിക്കാം. യെസ്. അല്ല, നിങ്ങൾക്ക് എന്തായാലും പാലില്ല. എന്തൊക്കെ വേണം ഒരു ചായ കുടിക്കണമെങ്കിൽ? നമുക്ക് 3 ഓപ്ഷൻ അല്ലേ ഉള്ളേ? 1, 2, 3. ഓക്കെ, ഇനി ഇത് പിടിച്ചേ. പസേ പിടിക്കാദ്യം. ഡൺ. ഇനി നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് വേണ്ടത് അതിന്റെ നേരെ 1 എഴുതാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് കാപ്പിയാ വേണ്ടത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കാപ്പിക്ക് 1ാം സ്ഥാനം കൊടുക്കും. എനിക്ക് തൊട്ടടുത്ത് വരുന്ന പ്രിഫറൻസ് ഏതാണോ അതിന് ഞാൻ 2ാം സ്ഥാനം. അതെനിക്ക് എന്താ? ചായ. കട്ടൻ ചായ എനിക്ക് ലാസ്റ്റ് മതി. ഒന്നും കിട്ടിയില്ലെങ്കിൽ കട്ടൻ ചായ. അതുപോലെ നിങ്ങൾ എല്ലാവരും എഴുതിക്കേ. എഴുതിക്കോ. 3 ഉണ്ടാക്കില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ഏതിനാണോ കിട്ടുന്നത് അതേ ഉണ്ടാക്കുള്ളൂ. അത് കുടിച്ചാൽ മതി എല്ലാവരും. ഇല്ല, പറ്റില്ല. ചായ മതി. എല്ലാരും എഴുതിക്കാനില്ലേ? എന്നത്തായോ? ഓക്കെ, ഇനി ഞാൻ ഇതുണ്ട്. മടക്കൊന്നും വേണ്ട, ഇത് ഞാൻ എഴുതുന്നു. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിനാണ് പ്രിഫറൻസ് കൊടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ചായ, ഇത് കട്ടൻ, ഇത് കാപ്പി. ഇതിപ്പോ 3 ചായ 3 കട്ടനും ഉണ്ടല്ലോ. ഇവിടെ എവിടെ പരിപാടി അവതരിപ്പിച്ച് തന്നെയാണല്ലോ അവസ്ഥ. എന്ത് ചെയ്യും ഇപ്പൊ? അതിനൊരു വഴിയുണ്ട്. നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഓരോരുത്തരും എന്തിനാ കൊടുത്തത് നോക്കാലോ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് 3 ചായ, 3 കട്ടൻ, 1 കാപ്പി. അതെല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? പറ്റും. 3 ചായ 3 കട്ടനല്ല. അപ്പൊ എന്തായാലും കാപ്പി നമുക്ക് ഒഴിവാക്കാം. ഇല്ല, യെസ്, നമ്മൾ കാപ്പി ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കട്ടൻ. അപ്പൊ ഇനി എങ്ങനെ ഇവരെ തെരഞ്ഞെടുക്കും? അതിനൊരു ഐഡിയ ഉണ്ട്. ഇവരിനി കാപ്പി ഇല്ലെങ്കിൽ പിന്നെ ഇവരുടെ ഓപ്ഷൻ എന്താ? ചായ അല്ലേ? എനിക്ക് കാപ്പി ഇല്ലെങ്കിൽ ചായ മതി. ഡൺ. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ചായ 1ാമത്തെ പ്രിഫറൻസ് ആയില്ലേ? കാരണം കാപ്പി ഒഴിവായല്ലോ സാറിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ചായ. അപ്പൊ മെജോറിറ്റി ഓഫ് ആൾക്കാരും ചായ ഓപ്റ്റ് ചെയ്തു. യെസ്, നമ്മൾ ചായ നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ. അല്ല, നമ്മുടെ പ്രസിഡന്റ് ഇലക്ഷനിൽ ഈ ഒരു സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ആ പരിപാടി അല്ലേ? യെസ്. എന്നാൽ നമുക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ എന്താ നടക്കുന്നതെന്ന് നോക്കിയാലോ? തീർച്ചയായും നോക്കാം. എന്തായി ചങ്ങായിമാരെ, തീരുമാനമായാ? യെസ്, ചായ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ചായ. ഇന്ത്യൻ രാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ പിന്തുടരുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. FPTP എന്ന് ചുരുക്ക രൂപത്തിൽ പറയല്ലേ. അപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും സംസ്ഥാന നിയമസഭകളിലെ MLA-മാരെ തിരഞ്ഞെടുക്കാനും നമ്മുടെ ലോകസഭയിലെ MP-മാരെ തിരഞ്ഞെടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം. വോട്ടർമാര് അവർക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യുന്നു. അവിടെ വോട്ടർമാർക്ക് ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനാവുള്ളൂ എന്നതാണ്. വോട്ട് എണ്ണുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആരാണോ അയാൾ ആ നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നു. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ ഇലക്ഷൻ നടക്കാറില്ലേ, നമ്മുടെ ക്ലാസ് ലീഡർ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്? അതേ
പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലോട്ട് വരുമ്പോഴോ നമ്മുടെ പ്രസിഡന്റ് ഇലക്ഷനിലോട്ട് നമുക്ക് വരാം. ഇവിടെ MLA-മാരുടെയും MP-മാരുടെയും വോട്ട് മൂല്യം വ്യത്യസ്തമാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്, നമ്മൾ പഠിച്ചതാണ്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ അംഗങ്ങളാണ് എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഈ MLA-മാരുടെയും MP-മാരുടെയും വോട്ട് മൂല്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതിനുവേണ്ടി ചെറിയൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. MLA-മാരുടെ വോട്ട് മൂല്യം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യ ഹരിക്കണം ആ സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം. അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് ഹരിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ ആണ് MLA-മാരുടെ വോട്ട് മൂല്യം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി MP-മാരുടെ വോട്ട് മൂല്യം എങ്ങനെയാ കാണുന്നത്? ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലെയും MLA-മാരുടെ വോട്ട് മൂല്യത്തെ എന്തുകൊണ്ട് ഹരിക്കുന്നു? പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ MP-മാരുടെയും MLA-മാരുടെയും വോട്ട് മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ MLA-മാരുടെയും MP-മാരുടെയും വോട്ട് മൂല്യമൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് ഇലക്ഷനിലോട്ട് വരാം. എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്? ഇവിടെ MP-മാർക്കും MLA-മാർക്കും ഓരോ ബാലറ്റ് പേപ്പർ വീതം ലഭിക്കുന്നു. നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ കണ്ടു അല്ലേ, വോട്ടർമാർക്ക് ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനാവുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മത്സരിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചായ കാപ്പി കട്ടലിൽ കണ്ടില്ലേ പ്രിഫറൻസ് കൊടുത്തത്? ഒന്നാമത്തെ പ്രിഫറൻസ് എനിക്ക് എന്താണ്, രണ്ടാമത്തെ പ്രിഫറൻസ് എന്താണ്, മൂന്നാമത്തെ പ്രിഫറൻസ് എന്താണെന്ന് കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നു? പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുന്നു അല്ലെ. ഓരോ വ്യക്തികളുടെ പേരിന് നേരെയും അയാൾ എനിക്ക് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആണോ, സെക്കൻഡ് പ്രിഫറൻസ് ആണോ, തേർഡ് പ്രിഫറൻസ് ആണോ എന്നുള്ളത് കൊടുക്കുന്നു. ഇനി ഇതിന് ശേഷം വോട്ട് എണ്ണുന്നു അല്ലെ. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരു ഫിക്സഡ് കോട്ട എന്ത് ചെയ്യണം? നേടണം. ജയിക്കുന്ന വ്യക്തി ഒരു ഫിക്സഡ് കോട്ട നേടണം. എങ്ങനെയാണ് ആ കോട്ട കാണുന്നത്? അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. അതും സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ എണ്ണം ബൈ 2 + 1. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വോട്ട് എണ്ണുന്നു, വോട്ട് മൂല്യം നോക്കുന്നു. അവിടെ ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ ടൈ വരികയോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് നേടേണ്ട കോട്ട ഓഫ് വോട്ട് നേടുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ലീസ്റ്റ് വോട്ട് കിട്ടിയ ആളുണ്ടല്ലോ, വോട്ട് മൂല്യം കിട്ടിയ അയാൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. എന്നിട്ട് അയാളുടെ സെക്കൻഡ് പ്രിഫറൻസ് നോക്കുന്നു. നേരത്തെ നമ്മൾ ചായയും കാപ്പിയും കട്ടലിനും കണ്ട സെയിം പ്രോസസ്സ് തന്നെ. എന്നിട്ട് അയാളുടെ ആ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ഫസ്റ്റും സെക്കൻഡും വന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും വോട്ട് മൂല്യം നോക്കുന്നു. അധികം വന്നിട്ടുണ്ടെങ്കിൽ അതായത് കൃത്യമായിട്ട് അവിടെ ഭൂരിപക്ഷം ഉണ്ട്, കൃത്യമായിട്ട് കോട്ട ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? പ്രസിഡന്റ് ആയിട്ട് ആളെ തിരഞ്ഞെടുക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരും. ഇതാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. സാധാരണ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കും, ഈ പ്രോസസ്സും ഇക്വേഷനും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കിളികളൊക്കെ ഇങ്ങനെ പറക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ പോയ കിളികളൊക്കെ കൂട്ടിക്കയറി എന്ന് വിചാരിക്കുന്നു. അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാൽ ആ ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ പ്രിഫറൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാലും ഇത് വളരെ സിമ്പിൾ ആണ്. ഇതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായവും അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.